സർ, ഡൽഹി സ്ഫോടനത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഏത് രീതിയിലാകും ആ തിരിച്ചടി എന്ന് മാത്രമേ ഇനി കാണേണ്ടതുള്ളൂ. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പലതവണ പല വേദികളിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ ഡൽഹിയിൽ നടന്ന ആ കാർ സ്ഫോടനം അതൊരു ചാവേർ സ്ഫോടനമാണ് എന്ന രീതിയിൽ മുദ്രകുത്തപ്പെടുമ്പോഴും അതിന് തക്കതായ തിരിച്ചടി നൽകും എന്ന് ഇന്ത്യ പറയുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ 2 ആണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇന്ത്യയുടെ പ്ലാൻ എന്താണ്? അദ്ദേഹം കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് ഇന്ത്യക്ക് വെളിയില ഭൂട്ടാനിലെങ്ങാണ്ടായിരുന്നു. ഭൂട്ടാനിലാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇരകളെ സംരക്ഷിക്കും, ഇതിന് കാരണക്കാരായിട്ടുള്ളവരെ തക്കതായ ശിക്ഷ അത് നൽകുമെന്നും അതിന്റെ ഗൂഢാലോചന നടത്തിയവരെയൊക്കെ വെറുതെ വിടത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ നരേന്ദ്രമോദി പറയുമ്പോൾ നമ്മളത് ഗൗരവത്തിൽ തന്നെ കാണണം. അദ്ദേഹം ഇതിനു മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിനുശേഷം സംഭവിച്ചിട്ടുള്ളതും ഏറ്റവും അവസാനത്തെ സിന്ധു ഓപ്പറേഷനിൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഇതുവരെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല, ഔദ്യോഗികമായിട്ട് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല ഇതൊരു ഭീകരാക്രമണം ആയിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ പിറകിൽ പാകിസ്ഥാനാണ്, ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ശ്രദ്ധിച്ചായിരുന്നു? ഔദ്യോഗികമായിട്ട് ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും അങ്ങനത്തെ ഒരു കാര്യം വന്നില്ല. പക്ഷെ എല്ലാവർക്കും, മാധ്യമങ്ങൾക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ അതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളൊക്കെ, അന്താരാഷ്ട്ര മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിലെ മാപ്രകൾ ഉൾപ്പെടെ ഈ പറയുന്ന ഏറ്റവും അവസാനം മീഡിയ വൺ ഉൾപ്പെടെ പറയാതെ പറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ട് ഇത് ഭീകരാക്രമണമാണ്. ഭീകരാക്രമണമാണെന്ന് ഗവൺമെന്റ് പറയണ്ട, പൊതുജനം പറയട്ടെ, പൊതുജനം സംസാരിക്കട്ടെ എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ മോദിയുടെയും മറ്റു പലരുടെയും ഒക്കെ അത്. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് ഈ ആക്രമണത്തിന് ശേഷം മറ്റ് അല്ലെങ്കിൽ ഭീകര ആക്രമണവും അല്ലെങ്കിൽ നമ്മൾ അതിനു മുമ്പ് നടത്തിയിട്ടുള്ള പല തിരിച്ചടികൾക്കും ഒക്കെ വ്യത്യസ്തമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യം ലോകം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഭീകരാക്രമണം നടന്ന ആ വെളുപ്പിന് 30 ബംഗ്ലാദേശിൽ പൊട്ടിത്തെറിച്ചത്. ബംഗ്ലാദേശിൽ പൊട്ടിത്തെറി ഇല്ലെന്നല്ല പറയുന്നു. ഈ ഭീകരാക്രമണം 6 മണിക്ക് ഒരു പക്ഷേ ഡൽഹിയിൽ നടന്നതിന് ശേഷം ആ നേരം പുലരുന്നതിന് മുമ്പ് 30 ബംഗ്ലാദേശിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണിക്കൂറുകൾക്കകം ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ജില്ലാ കോടതി, അതായത് ഗ്രീൻ സോൺ എന്ന് പറയും പാകിസ്ഥാനിൽ, ഏറ്റവും സെക്യൂരിറ്റി ത്രെട്ട് ഉള്ള സ്ഥലത്താണ് കാർ ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതായത് എങ്ങനെ അവിടെ കയറി, എവിടൊക്കെ കയറാൻ അവർ ഭീകരർ എന്ന് അവർ പറയുന്നത്, ഭീകരാക്രമണമെന്ന് പറയുന്നത്, വലിയ അന്വേഷണം നടക്കുന്നു. ഈ പറഞ്ഞ പോലെ ആ പ്രദേശം മൊത്തം വളഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് പാക് മാധ്യമങ്ങളിൽ നിന്ന് വരുന്നത്. മൊത്തം ആരാണെന്നുള്ളതിനെ പറ്റി കണ്ടുപിടിക്കുക, അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാൻ ഈ പറയുന്ന പോലെ പട്ടാളത്തിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ദുഃഖം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ കാര്യമാണ്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഈ തിരിച്ചടി എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുന്നതിനകത്ത് ഈ തിരിച്ചടി ആദ്യഘട്ടം തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. എനിക്ക് പറയാം, അല്ലെങ്കിൽ എനിക്ക് ഊഹിക്കാം. ഇവിടുത്തെ ഇന്ത്യ ഗവൺമെന്റിന്റെ പണി വേറെ രാജ്യം പൊട്ടിത്തെറിപ്പിക്കുക അല്ലെങ്കിൽ ഭീകരപ്രവർത്തനം ആണെന്നോ അല്ല. പക്ഷെ ഇവിടെ ഈ നടന്ന സ്ഫോടനം ഭീകരാക്രമണമായിരിക്കുകയും അല്ലെങ്കിൽ അതിനകത്ത് ഒരു പ്ലാനിങ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ രാജ്യത്തുടനീളമുള്ള എല്ലാവർക്കും അറിയാം ഇതിന്റെ പുറകിൽ ഈ പാകിസ്ഥാൻ ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീകര സംഘടനകളാണ്. അതിനെല്ലാം പിന്തുണ ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ളടത്തു നിന്നാണ് കൊടുക്കുന്നത്. ആ സ്ഥലത്താണ് പാകിസ്ഥാൻ ഭീകരരെ അകത്ത് പൊട്ടിത്തെറിക്കാൻ ഇതുപോലെ ഭീകരരുണ്ടാകുന്ന ഒരു അവസ്ഥ. ഇവിടെ തലസ്ഥാനത്ത് പൊട്ടിത്തെറിക്കുന്ന അതേ മണിക്കൂറുകൾക്കകം തന്നെ പാകിസ്ഥാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലം, ഗ്രീൻ സോൺ, ഒരിക്കലും ആർക്കും കടന്നു കയറാൻ പറ്റാത്ത സ്ഥലം, വിവിധ ഘട്ടങ്ങളിൽ പരിശോധനയുള്ള സ്ഥലത്ത് പൊട്ടിത്തെറിക്കും. അപ്പൊ തെഹ്രീക്കെ താലിബാൻ ആണെന്ന് അനൗദ്യോഗികമായിട്ടൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തയാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. തെഹ്രീക്കെ താലിബാന്റെ കഴിഞ്ഞ ദിവസം ഈ സ്ഫോടനം നടക്കുന്നതിന് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് ബോർഡറിൽ എന്തോ അവരുടെ ഈ ഒരു ആക്രമണത്തിന് തടയിട്ടു, പാകിസ്ഥാൻ പട്ടാളം കണ്ടുപിടിച്ചു, അവരെ പിടികൂടി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. ആ വാർത്തയ്ക്ക്, ആ പിടികൂടലിന് അവരെ ശ്രദ്ധിക്കാത്ത, അവരുടെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയില്ലാത്തടത്തോളം അവർ തിരിച്ചടി കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ പാകിസ്ഥാൻ മാധ്യമം വരുന്നുണ്ട്. പക്ഷേ ഇന്നത് നമ്മൾ തുലനം ചെയ്യുമ്പോൾ ഇവിടുത്തെ പൊട്ടിത്തെറിക്ക് അതേ അർത്ഥത്തിൽ അവിടെ ആ സമയത്ത് തന്നെ പൊട്ടിത്തെറിക്കുന്നു. പാകിസ്ഥാന് മനസ്സിലാവുന്നില്ല, പാകിസ്ഥാന്റെ ഒരു മേഖലയും സുരക്ഷിതമല്ല എന്നുള്ള രീതിയിലെ കാര്യങ്ങൾ വരും. മറ്റൊരു രീതിയിലുള്ള തിരിച്ചടി ഇപ്പം വ്യക്തമായ തെളിവുകളുടെ ശേഖരണത്തിന്റെ ഭാഗത്തും, അല്ലെങ്കിൽ അത് വേറെ നമ്മുടെ ഒരു രാജ്യമായതുകൊണ്ട് അത് ഇന്നാളാണെന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മറ്റേ തിരിച്ചടി ഒരു പക്ഷേ പഹൽഗാമിന് ശേഷമുള്ള സിന്ധുവിന്റെ തുടർച്ചയായിട്ടുള്ള തിരിച്ചടിയൊക്കെ ഉണ്ടാവും. അതേ രീതിയിലേക്ക് വരുമെന്നുള്ളതിനെ പറ്റി ഇപ്പൊ ഗവൺമെന്റ് വെളിയിൽ പറയത്തില്ല, തിരിച്ചടി ഉണ്ടാവുമെന്ന് മാത്രമാണല്ലോ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്.
ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ പൊട്ടിത്തെറിയും അല്ലെങ്കിൽ ഈ പാകിസ്ഥാന്റെ ഭീകരവാദത്തെയും ഒക്കെ തടയിടുന്നതിന് വേണ്ടി നമ്മൾ എടുത്ത ഒരു നയതന്ത്രം കഴിഞ്ഞ മാസം ഈ 2-3 ആഴ്ചക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മുടെ ഒരു കൂട്ടുകെട്ട്, അഫ്ഗാനിസ്ഥാനകത്ത് ഈ നമ്മൾ ഉണ്ടാക്കിയ ഒരു ബന്ധം, ഇപ്പൊ തന്നെ അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പകൽഗാമിന് തിരിച്ചടി അവർ കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന് അവരുടെ ഒരു ചർച്ച നമ്മൾ കേട്ടാണല്ലോ. അതിനകത്ത് അവര് പറഞ്ഞൊരു അഭിപ്രായം ഇത് തോന്നിവാസമാണ്. അപ്പൊ ഇതിനകത്ത് ഈ പാകിസ്ഥാൻ, പണ്ട് നമ്മൾ അല്ലെങ്കിൽ നേരത്തെ പല ടോക്കുകളും പറയുന്ന പോലെ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്, പാകിസ്ഥാൻ ഇപ്പൊ നമുക്ക് പറ്റിയേക്കുന്ന പോലെ ആണല്ലോ ആഭ്യന്തര ശത്രുക്കൾ. നമ്മുടെ ഇതിനകത്ത് പൊട്ടിത്തെറിച്ചേക്കുന്ന ആരാ? നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ പൗരന്മാർ, നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ പൗരന്മാർ, നമ്മുടെ ഡോക്ടർമാർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ, ഇത്തരക്ക് ശൃംഖലയിലുള്ളവരെയാണല്ലോ ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പറയല്ലോ അയൽ രാജ്യങ്ങൾ, അതായത് 2 രാജ്യങ്ങൾ 2.5 ശത്രുക്കൾ എന്ന് നമ്മൾ പലപ്പോഴും ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ ഈ പ്രതിരോധ മന്ത്രിയും ഒക്കെ പറയുമ്പോൾ ഇതിനകത്ത് 0.5 ആണ് ഇപ്പൊ പൊട്ടിത്തെറിക്കുന്നത്. സിന്ദൂരിൽ പൊട്ടിത്തെറിച്ചതിനകത്ത് പാകിസ്ഥാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് 0.5 ആ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഈ 0.5, ഇവിടുത്തെ ഈ 0.5 എന്ന് പറഞ്ഞാൽ ആഭ്യന്തര ശത്രുക്കൾ, ഇത് വലിയ വലിപ്പത്തിൽ പാകിസ്ഥാനകത്തുണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്യാൻ അഫ്ഗാനിസ്ഥാന് കഴിയും. അതുകൊണ്ട് ഇവിടെ ഇത് ഓപ്പറേറ്റ് ചെയ്താൽ, ഇവിടെ ഒരു വട്ടം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വലിയ പ്രയാസം നേരിടേണ്ടി വരുന്ന സമയത്ത് ഈസി ആയിട്ട് പാകിസ്ഥാൻ മൊത്തം പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അഫ്ഗാനിസ്ഥാൻ മൊത്തം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിന് പാകിസ്ഥാൻ തയ്യാറാവാത്തതും പറഞ്ഞിട്ട് പിന്നെയും പല രാജ്യങ്ങളെ ഇടപെടിയിട്ട് ആ യുദ്ധം കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ തിരിച്ചടി ഇന്ത്യ ഇന്നാള് ആണ്, ഇന്ന ഭാഗമാണ്, ഇപ്പം നമ്മുടെ പൗരന്മാരായതുകൊണ്ട് അതിനകത്ത് പാകിസ്ഥാന്റെ പങ്കുണ്ടെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തെളിയിക്കേണ്ടി വരും. പാകിസ്ഥാൻ പൗരന്മാർ ഇതിനകത്തില്ലാത്തതുകൊണ്ട്. നമ്മുടെ ഇന്ത്യക്കകത്ത് ആണല്ലോ പൊട്ടിത്തെറിച്ചത്. നമുക്കത് കണ്ടുപിടിക്കുമ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മറ്റു പലതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നേരിട്ട് കയറി തിരിച്ചടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രശ്നം അതിനകത്തുണ്ട്. പകൽഗാം ഭീകരാക്രമണത്തിന്റെ ഈ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് വ്യക്തത വരുത്തിയാൽ മാത്രമേ ഒരുപക്ഷെ തിരിച്ചടിക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പാകിസ്ഥാന് തിരിച്ചടി മറ്റു രാജ്യം, അത് അഫ്ഗാൻ വഴിയും വേറെ ചില രാജ്യങ്ങൾ വഴിയും ഒക്കെയുള്ള തിരിച്ചടി കിട്ടും, അല്ലെങ്കിൽ അത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അതിന്റെ തൊട്ട് വെളുപ്പിനെ ബംഗ്ലാദേശിൽ സംഭവിച്ചതും അതിന് മണിക്കൂർ പാകിസ്ഥാനിലെ തലസ്ഥാനത്ത് സംഭവിച്ചതും എന്നൊക്കെ പറയേണ്ടി വരും. ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. ഏതായാലും ഒരു വലിയ വലിപ്പത്തിലുള്ള തിരിച്ചടി ഒരുപക്ഷെ പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു തിരിച്ചടി ഇതിനുണ്ടാകും. കാരണം ഇതിനൊരു അറുതി വരുത്തിയേ മതിയാകത്തുള്ളൂ. ഇതിനകത്ത് ഈ സ്ലീപ്പർ സെല്ലുകൾ എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞപ്പോഴും, ഇതിന്റെ ഒരുക്കം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും, അല്ലെങ്കിൽ പല ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വന്നപ്പോഴും എല്ലാരും പറയുന്നുണ്ടല്ലോ ഇന്റലിജൻസ് വീഴ്ച. നമ്മള് ഇതിനു മുമ്പ് ഈ പൊട്ടിത്തെറിച്ച ഉമർ ഖാൻ എന്നാണ് അങ്ങനെ പേര്, അതിനകത്ത് അവന്റെ ശൃംഖലയിലെ 9 ഡോക്ടർമാരെ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് പിടിച്ചു. സ്ഫോടന വസ്തുക്കൾ പിടിച്ചു, തോക്കുകളും തിരകളും പിടിച്ചു. പിടിച്ചതിന് ശേഷം ഇവനിലേക്ക് വരുന്ന സമയത്ത് ഇവൻ പാനിക്കായി വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് അമോണിയം നൈട്രേറ്റ്, അതല്ലേ സ്ഫോടവസ്തു, അമോണിയം നൈട്രേറ്റ് ബോംബ് രൂപേണ ആക്കിയിട്ടില്ല. അതിന്റെ ഇപ്പൊ വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ബോംബ് രൂപേണയുള്ള ആ സ്ട്രക്ചറിലേക്ക് വന്നാൽ അഗാധമായ ഗർത്തമാവുമായിരുന്നു പൊട്ടിത്തെറിച്ചിടം. അതായത് 5-6 കിലോമീറ്റർ വരെ വ്യാപ്തിയിൽ ഭയങ്കര നാശനഷ്ടം ഉണ്ടാകുമായിരുന്നു. അപ്പം അത്രയ്ക്ക് വലിയ സ്ഫോടന ശേഷിയുള്ള ഒരു രാസപദാർത്ഥമാണിത്. ഇത് ഉമാർക്ക് ബോംബ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നില്ല. എല്ലാരെയും പിടിച്ചു, പാനിക്കായി വണ്ടി എടുത്തുകൊണ്ട് വന്ന് എങ്ങോട്ടോ പോകുന്നു. അവന് വണ്ടി ഇടിച്ചു കയറ്റാൻ പോലും സാധ്യമാകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ലെന്നാണ് ഇപ്പൊ ഏറ്റവും അവസാനത്തെ അന്വേഷണത്തിനകത്തുനിന്ന് വരുന്ന റിപ്പോർട്ട്. ഇവന്റെ വണ്ടി ഓടിപ്പോയപ്പോൾ അവിടെ വെച്ച് ആ സിഗ്നൽ വെച്ച് പൊട്ടി. ഇടിച്ചു കയറ്റാനോ ഒരു ചാവേർ ആക്രമണത്തിനോ പദ്ധതി ഇട്ടായിരുന്നെങ്കിൽ അവൻ ഇതിനെക്കാട്ടി കൂടുതൽ ആൾക്കാരുള്ള പല സ്ഥലങ്ങളും ഡൽഹിയിൽ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോകുമായിരുന്നു. മാത്രമല്ല ഡൽഹിയിൽ ഇത് മണിക്കൂറുകളോളം ഈ വണ്ടി അവിടെ എവിടെയെല്ലാം കിടന്നു. അപ്പം കൃത്യമായ പ്ലാനിങ്ങിന് വേണ്ടി, മാത്രമല്ല വണ്ടി നീങ്ങിയിരിക്കുകയാണല്ലോ, ഇടിച്ചു കയറ്റിയിരിക്കുകയല്ലോ, സിഗ്നലിന്റെ അവിടെ വണ്ടി പരിസരത്ത് കിടന്നതിനകത്ത് നിന്ന് പൊട്ടിത്തെറിക്കുന്നു. ഈ ചാവേർ ആക്രമണമാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇന്നലെ പാകിസ്ഥാനിൽ സംഭവിച്ച പോലെ സംഭവിക്കുന്നു. ഇടിച്ചു കയറ്റണം, കോടതിക്കകത്ത് ഇടിച്ചു കയറ്റി, കോടതി സംശയം തകർത്തു. മറ്റു പല ചാവേർ ആക്രമണങ്ങളും ശ്രദ്ധിക്കുമ്പോൾ ഇതൊരു പ്ലാനിങ് ഓപ്പറേഷൻ അല്ല. ഇവന്റെ കയ്യിൽ നിന്ന് പാനിക്കായിട്ട് സ്ഫോടക വസ്തു അതിനകത്തിരുന്ന് പൊട്ടിത്തെറിക്കുന്നു. സ്ഫോടക വസ്തു പൂർണ്ണമായിട്ടും ബോംബ് ആ തരത്തിലേക്ക് കംപ്ലീഷൻ കിട്ടിയില്ല. കംപ്ലീഷൻ ആയിരുന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പം നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്ന അവിടെ അഗാധഗർത്തമാവുമായിരുന്നു. 5-6 കിലോമീറ്റർ വരെ ദൂരവ്യാപ്തിയിൽ വലിയ ബോംബ് ബ്ലാസ്റ്റ് പോലെ തന്നെയുള്ള സംഭവം ഉണ്ടായേക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പം എല്ലാരും ഇപ്പം
ദീപാവലിക്ക് ഇപ്പൊ പല പദ്ധതികളും ഇട്ടിരുന്നതായിട്ട് ഇപ്പൊ റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ കണ്ട ദീപാവലിക്ക് കാശ്മീരിൽ 218 ഇടത്ത് പൊട്ടിത്തെറിക്കാൻ ഉള്ള പദ്ധതി കണ്ടെത്തി നിർവീര്യമാക്കിയതായത്. അപ്പൊ അവർക്ക് നമ്മൾ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ വീഴ്ചയാണെന്ന് പറയുമ്പോൾ ഈ 218 ഒരെണ്ണം പൊട്ടിയാൽ വീഴ്ചയാ, 217 നിർവീര്യമാക്കിയാൽ കാര്യമില്ല. ഇപ്പൊ ഇതുപോലെ തന്നെ ഇത് കണ്ടുപിടിച്ച് അതിന്റെ ശൃംഖല കണ്ടുപിടിച്ചു വന്നപ്പോൾ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി അതിനകത്തുനിന്ന് ഒരുത്തൻ വെളിയിലായി കാണിച്ചതുകൊണ്ടാണ് ഇത്ര സംഭവിക്കുന്നത്. അതിന്റെ പുറകെ പിടിച്ചവരെ, അവരുടെ ശൃംഖല പിടിച്ചവരെ, ആ ശൃംഖലയിൽ ഉണ്ടായിരുന്നവരെ, അവരുടെ എയിമും അല്ലെങ്കിൽ ഈ രാജ്യത്തിനകത്ത് പലതും നടത്താൻ പറ്റുന്നത് ഒക്കെ പിടിച്ചതിനകത്ത് ആരും കാണുന്നില്ല. ആ ഭീകരന്മാർക്ക് നമ്മുടെ ഈ പട്ടാളക്കാർക്ക് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാപ്രകളുണ്ടല്ലോ, വീഴ്ച പറ്റി പട്ടാളക്കാർ ഇടനിലവില്ലാതെ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ടാണ് ഈ പല സ്ഫോടനങ്ങളും അല്ലെങ്കിൽ ഈ ഡൽഹി സ്ഫോടനത്തിന് പുറകുള്ള വലിയ പ്ലാനിങ്ങുകളും ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചത്. അപ്പം പിടിച്ചില്ല അല്ലെങ്കിൽ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നത് മനഃപൂർവ്വം പറയുന്നതാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ മോശമാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത് പിടിച്ചിരുന്നു, ഇവിടെ പ്ലാനിങ് എല്ലാം തെറ്റിയിരുന്നു, അല്ലെങ്കിൽ വലിയ വലിപ്പത്തിൽ ഒരു വലിയ സ്ഫോടനം ഒരു പ്രദേശം മൊത്തം, ഒരു ഡൽഹിയിലെ ഏതാണ്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്കുള്ള ഒരു വലിയ ബോംബ് ബ്ലാസ്റ്റ് തന്നെ നടന്നേനെ എന്നാണ് ഇപ്പം വരുന്ന റിപ്പോർട്ട്. ഈ രീതിയിൽ ഇന്റലിജൻസ് വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നവർ അറിയേണ്ടതും പ്രശാന്ത് സാർ പറഞ്ഞ അത്തരം കാര്യങ്ങൾ തന്നെയാണ്. ഇന്റലിജൻസ് വീഴ്ചയാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഇതിനു പുറമെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നായി എത്രയധികം ഭീകരവാദികളെ, എത്രയധികം സ്ഫോടന വസ്തുക്കളെ ഇന്ത്യ പിടികൂടിയിട്ടുണ്ട് എന്നത് അറിയേണ്ടതാണ്. പക്ഷെ ഇതിനെല്ലാം ഇന്ത്യ കനത്ത തിരിച്ചടി നൽകും. ചിലപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം ഭാഗം എത്തിയേക്കാം. ആ രീതിയിൽ ഇന്ത്യയെ ഇത്തരത്തിൽ അനാവശ്യമായ പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ രാജ്യത്ത് നിലവിൽ ഭരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല എന്ന് തന്നെ വേണം കരുതാൻ. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.